ഹലോ ഗൈസ് ഇന്ന് നമ്മളൊരു ഇവിടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡാണ് നമ്മൾ വിളിച്ച് പറഞ്ഞേക്കുന്നത്. ഞാനും ഉണ്ട്, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും കൂടെ, ഞങ്ങൾ 3 പേരും കൂടെയാണ് പോണേ. അപ്പം ഇനി നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ നല്ല ലെങ്ത് ആവും. അപ്പോൾ വീഡിയോ ഫുഡ് എടുക്കുന്നൊന്നും കാണിക്കുന്നില്ല, നമ്മൾ നേരെ ഇനി അനാഥാലയത്തിൽ ചെന്നിട്ടുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്നേഹഭവൻ കേട്ടോ. ഇതിനകത്ത് ഇവിടെയായിട്ടാണ് അവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നതും പിന്നെ അതിൻ്റെ അകത്ത് കിടക്കുന്നതും. പിന്നെ ഈ നടക്കാനൊട്ടും വയ്യാത്തവരൊക്കെ കിടക്കുന്നത് ഇവിടെയാണ് ഐസ്. ഇവിടെ നമുക്ക് ഫുഡ് അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം, അവർക്ക് നടക്കാനൊന്നും വയ്യാത്തതുകൊണ്ട്. ഐസ് അങ്ങനെ ചോറും കറിയും എല്ലാം നമ്മളിവിടെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അവർ പയ്യെ വന്നിരിക്കുവാണെങ്കിൽ നമുക്ക് വിളമ്പാൻ തുടങ്ങാം. വിളമ്പാൻ ഞാനും ഇവനും അവനും ഉള്ളതുകൊണ്ട് ചോറൊക്കെ വിളമ്പാൻ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്നുള്ള ഇനി വിളമ്പിയിട്ട് വരാം. ചെറിയൊരു സ്നേഹമന്ദിരമാണ് ഐസ്. ഇവിടെ ടോട്ടൽ 26 പേരേ ഉള്ളൂ. 26 പേരിൽ ഇവിടെ വയ്യാത്തവരും പിന്നെ ഈ വഴിയിൽ നിന്നൊക്കെ ഉള്ളവരും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഗൈസ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ വന്നത്. അപ്പം അവർക്കൊരു ചെറിയ സന്തോഷം. ൊക്കെ ഫുഡ് കൊടുത്തിട്ടോ. അവിടെ ഒരു 4-5 പേരും കൂടെ ഉണ്ട് ഗൈസ്. അവിടെ വയ്യാണ്ട് ഈ കാലൊക്കെ വയ്യാണ്ട് കിടക്കുന്നവർ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ്. അപ്പോൾ നമുക്ക് അവരെ എടുത്തിട്ട് പോവാം. വയ്യാത്തവർ നടക്കാൻ പറ്റാത്തവരൊക്കെ ഇവിടെ കേട്ടോ. ഇവിടെ മൊത്തം 5 പേരുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഞങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ ചേട്ടൻ ഇങ്ങോട്ട് ഫുഡ് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കഴിച്ചോ? ആ ഇവർക്ക് നടക്കാൻ വയ്യാത്തവരൊക്കെ കഴിച്ചോ? വീട് രാജമുടി. ആ രാജമുടി. സ്മൈൽ പ്ലീസ്. ഫോട്ടോ ആയി കഴിഞ്ഞാൽ അപ്പൊ പാട്ട് പഠിക്കണം. എങ്ങനെയുണ്ട്? എന്നാ പാടിക്കൂ, ഒരു പാട്ടം പാടിക്കൂ. എന്നാ ഒരു പാട്ടം പാടിക്കൂ. പാട്ട് പഠിക്കൂ. പാട്ട് പാടാൻ പറ. ഞാൻ പാട്ട് പഠിക്കൂ. ആ എന്നാ നീ ഒരു പാട്ട് പാടിക്കൂ. ഇതുപോലെ ഒരു പാട്ട് ചെയ്യണം പാടിക്കോ. ഇനി ചേട്ടൻ പാട്ട് പഠിക്കോ. പാട്ട് പാടുന്ന കൈഡിയാ പാടിക്കോ. ഫോട്ടോ എടുത്തു, പാട്ടൊക്കെ പാടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടോ. ഇവിടെ 2-3 പേര് കിടക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിക്കാം. ആരാ ഇത്? എന്നെ പെന്നു മകേന്ദ്രൻ. മകേന്ദ്രൻ എന്ന് പറഞ്ഞ കേട്ടോ. എന്നാ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേ. എല്ലാവർക്കും ഒന്ന് ഹൈബുക്ക് കാണിച്ചത്. എല്ലാവർക്കും ടാറ്റ കൊടുത്തേ. ഗൈസ് ഇവിടെ ഒരു പാട്ടുകാരനുകളുണ്ട് ഗൈസ്. നമുക്ക് അപ്പോൾ ആ പാട്ടൊന്നും കേട്ടിട്ട് നൈസായിട്ട് പോവാം. ഇവിടെ ആട്ടോ ഗൈസ് നമുക്ക് വയ്യാണ്ട് കിടക്കുന്നവർ. അപ്പോൾ ഇവിടെ ഒരു പാട്ടുകാരൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഗൈസ് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഇവിടെ ഇപ്പോൾ റെസ്റ്റിംഗ് ആട്ടോ. നമുക്ക് ഇവിടുത്തെ ഒരു പാട്ടും കൂടെ കേട്ട് നൈസായിട്ട് ഇവിടുന്ന് പിരിയാം. ഇവിടുത്തെ പാട്ടുകാരൻ ആരായിരുന്നു? ഓയ് ഞാൻ മുമ്പ് വന്നായിരുന്നു. നമുക്കൂടെ ഒരു പാട്ടം പാടിയാലോ? ആ ഓക്കെ ഇടിയോ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര പോയേക്കുവാ. അടുത്ത വരവിന് കാണാം. ഓക്കെ. ചോറൊക്കെ കൊണ്ടിട്ട് കിടന്ന ക്ഷീണത്തിൽ അടയേറ്റ് പാട്ട് പാടി. അപ്പോൾ ഞങ്ങൾ പൊക്കോട്ടെ, പോയേക്കുവന്നാ.
കുഞ്ഞിപ്പെണ്ണ ഞങ്ങൾ പോയേക്കുവാ, അടുത്ത വരവിന് കാണാം കേട്ടോ. നിന്റെ പാട്ട് കൊള്ളായിരുന്നു കേട്ടോ, ഞാൻ ഫാനായി. അപ്പോൾ പോയേക്കുവാ, അടുത്ത തവണ വരുമ്പോൾ നല്ല പാട്ട് പാടിക്കണം. പൊക്കോട്ടെ, പോയേക്കുവാ. ഓക്കെ ചേട്ടാ, ഉറക്കമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകട്ടോ. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ അടിച്ചു വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ പയ്യെ പോയേക്കുവാ. ഇനി വരുമ്പോൾ കാണാം. ഓക്കെ, പോയേക്കുവാ. അപ്പോൾ ഇനി അടുത്ത തവണ ഓക്കെ എന്നാ അടുത്ത നമുക്ക് എന്നാ പൊക്കോട്ടെ. ഓക്കെ, പോയേക്കുവാ എല്ലാവരോടും. ഹായ് ഗൈസ്, അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു. അവന്മാർ രണ്ടും വീട്ടിൽ പോയി, ഞാനും വീട്ടിൽ വന്നു. ഗൈസ് ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു ഗൈസ്. ഒരു 2-3 മണിക്കൂറത്തേക്ക് അവരും ഹാപ്പിയായി, ഞങ്ങളും ഹാപ്പിയായി. ഇത് കാണുന്നത് നിങ്ങളും ഹാപ്പി ആവുമെന്ന് വിശ്വസിക്കുന്നു ഗൈസ്. ഇത് ആരും അറിയപ്പെടാത്ത ഒരു സ്നേഹമന്ദിരമാണ് ഗൈസ്. ഇവിടെ ആരും തന്നെ ഒന്നും തന്നെ കൊണ്ട് കൊടുക്കാറുമില്ല. കാരണം ഇത് ഇങ്ങനെ ഉണ്ടെന്ന് പകുതി പേർക്ക് അറിയത്തില്ല. അപ്പോൾ ആർക്കെങ്കിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഇത് മുരിക്കാശ്ശേരിയിൽ നിന്ന് കമ്മ്യൂണിറ്റി ഹാൾ വഴി ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ മുരിക്കാശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ആർക്കെങ്കിലും പോകാനോ എന്തെങ്കിലും കൊടുക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അവരെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നെ ആളും നല്ല ദിവസമായിരുന്നു, അവർ ഹാപ്പിയായി. പിന്നെ അവിടുത്തെ ചേട്ടനും ചേച്ചിയും പറഞ്ഞത് അവർക്ക് ക്യാഷ് ആയിട്ടൊന്നും വേണ്ട, നിങ്ങൾ ബില്ലോ എന്തെങ്കിലുമൊക്കെ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അടച്ചാൽ മതി. അവർക്ക് അരിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കറി വെക്കാനൊന്നും ഇല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ 26 പേര് ടോട്ടലുള്ളൂ. അതുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നും ആവില്ല കേസ്. നമുക്കിപ്പോൾ ഒരു നേരത്തെ ചോറ് കൊടുക്കാനും വലിയ എമൗണ്ട് ഒന്നും ആവില്ല. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ കേസ്. അപ്പം അവിടുത്തെ ചേട്ടൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കേട്ട് നമുക്ക് വീഡിയോ നിർത്താം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ. ഓരോ ദിവസവും കടന്നു പോകുന്നു നോക്കും. നാളേക്ക് വേണ്ടി ഒന്നും കരുതിയിട്ടില്ല.